കപ്പയ്ക്ക് തന്നെ ഞാൻ എന്തൊക്കെ വന്നാലും ഇവളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ചില മരണവാർത്തകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. അവർ നമ്മുടെ ആരുമില്ലെങ്കിൽ തന്നെ. അത്തരത്തിലുള്ള ഒരു മരണവാർത്തയാണ് വാഹനാപകടത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ജിൻസന്റെ മരണവാർത്ത. ജിൻസൺ ശ്രുതി എന്ന പെൺകുട്ടിയെ ഏറെ നാളായി പ്രണയിക്കുകയായിരുന്നു. അവരുടെ വിവാഹം ഏകദേശം ഉറപ്പിച്ച മട്ടിലായിരുന്നു. ആ സമയത്താണ് മുണ്ടക്കയിലും ചൂരന്മലയിലും ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തം സംഭവിക്കുന്നത്. ഈ ദുരന്തത്തിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അവരുടെ സഹോദരി അടക്കം കുടുംബത്തിലെ 9 പേരാണ് അതിദാരുണമായി നഷ്ടപ്പെട്ടത്. ഇതേ തുടർന്ന് തീർത്തും അനാദിയായ ശ്രുതിക്ക് താങ്ങും തണലായി നിന്നത് ജിൻസനായിരുന്നു. ശ്രുതിയുടെ കൈപിടിച്ച് ജിൻസൺ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുവരാം. കപ്പയ്ക്ക് തന്നെ ഞാൻ എന്തൊക്കെ വന്നാലും ഇവളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവളെ അനാഥ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തോന്നുമല്ലോ, ആ ഒരു സങ്കടം. എന്തോ ഒരു അറം പറ്റിയ പോലെയായിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. അതായത് ജിൻസൺ പറയുന്നുണ്ട്, എന്റെ കാലശേഷം ശ്രുതി ഒരു അനാഥയായി മാറൂ എന്നുള്ള ഒരു വ്യാകുലത ജിൻസന്റെ മനസ്സിൽ അന്ന് ഉണ്ടായി എന്നതാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു ദുരന്തം വേട്ടയാടി ആ ദുരന്തത്തിൽ നിന്ന് ഏകദേശം കയറാൻ പോകുന്ന സമയത്തായിരുന്നു ശ്രുതിക്ക് വീണ്ടും ഇങ്ങനെയുള്ള ഒരു ദുരന്തത്തിലേക്ക് പോകുന്നത്. ഇത് നമ്മളൊക്കെ ഏറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഇനി ശ്രുതി തനിച്ചായി എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ശ്രുതിയെ ഏത് രീതിയിൽ ആശ്വസിപ്പിക്കാൻ പറ്റൂ എന്നതാണ് പലവരുടെയും ഒരു ഇത്. ഇന്ന് മലയാളികളുടെ ഒരു നോവാണ് ശ്രുതി. അതുകൊണ്ട് തന്നെ ശ്രുതിയെ ഏവരും ചേർത്ത് നിർത്തേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. ശ്രുതിക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു ജീവിതം നല്ല രീതിയിലാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ശ്രുതിക്ക് ഒരു സർക്കാർ ഉദ്യോഗം, സർക്കാർ ജോലി നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കണമെന്നാണ്. കാരണം തീർത്തും ഒരു അനാദിയായ ഒരു പെൺകുട്ടിയാണ്. ആരുമില്ലാതെ ഒരു ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കാനുണ്ടതോ അതൊക്കെ അനുഭവിച്ച് തീർത്ത ഒരു പെൺകുട്ടി. അപ്പൊ അവരെ ചേർത്ത് നിർത്തേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഒരു ബാധ്യത ആണെങ്കിൽ തന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അധികാരികളും കണ്ണു തുറക്കണം. നല്ലൊരു വിദ്യാഭ്യാസ ഡിഗ്രിയൊക്കെ പഠിച്ച ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു ജോലി കൊടുത്ത് ആ കുട്ടിയെ സംരക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അപേക്ഷിക്കാനുള്ളത്.